ഇതായതുകൊണ്ടാണ്. പിന്നെ ഡീസലിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20ന്റെ മേലെ കിട്ടും. 18-20 റേഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാം. ആ ഒരു റേഞ്ചിന് മൈലേജ് കിട്ടും. നല്ല ടയേഴ്സാണ്. ഫ്രണ്ടിൽ അടിപൊളി ടയേഴ്സാണ്, പുതിയ ടയേഴ്സാണ്. പുറകിൽ ഒരു 70% ടയേഴ്സ് ഉണ്ട്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ട് മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ് ഉണ്ടാവും. 20 അബവ് കിട്ടും അല്ലേ? അനാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? അത്യാവശ്യമില്ല, അനാവശ്യം വേണ്ട. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. വണ്ടിയൊക്കെ ഓടിച്ചാണ്ടല്ലോ പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ. ഒക്കെ ഫ്രീ ആട്ടോ, എല്ലാം ഫ്രീയാ. 5 പൈസ എടുക്കൂല. അത് മാത്രല്ല, ഈ വണ്ടി എടുക്കുന്നത് ചിലപ്പോൾ ക്യാഷ് ബാക്ക് ഉണ്ട്. മാണിക്കക്കല്ല്. അതെ, മാണിക്കക്കല്ല്. എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷന്റെ റിസൾട്ടിന്റെ ചൂടിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ചൂടായിട്ട് അല്ലേ? മഴയൊക്കെ മാറി ചൂടായി. നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, റിസൾട്ട് എന്താണെന്ന് കണ്ടറിയാം അല്ലേ? വീഡിയോ വരുമ്പോൾ റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വന്നിരിക്കുന്ന ഷോറൂം സലീം ഖാന്റെ KS കാസിലാണ്. സലീം ഖാൻ കൂടെ ഉണ്ട്. സ്വാഗതം. സുഖല്ലേ? വെൽക്കം. ഓക്കെ, താങ്ക് യു. ഒരുപാട് വാഹനങ്ങളുണ്ട്. ഞാൻ എന്നത്തെയും പറയുമ്പോൾ തന്നെ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഷോറൂമാണ്. ബഡ്ജറ്റ് കാറുകളും എല്ലാം ലഭിക്കും. അതിൽ തന്നെ ലോൺ കിട്ടുന്നതും SUV-യും ഹാഷ് ബാക്കും സെഡാനും എല്ലാ കാറ്റഗറിയും വന്നു കഴിഞ്ഞാൽ വരണ്ട. മൂപ്പരെ കാറ്റലോഗിൽ നമ്പറുണ്ട്, നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ കംപ്ലീറ്റ് സ്റ്റോക്ക് അറിയാൻ പറ്റും. പക്ഷെ വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചു നോക്കുക. കാരണം ചിലപ്പോൾ വണ്ടി കാറ്റലോഗ് വാച്ച് ചെയ്താലും മതി, അതിലുണ്ടാവും. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പോകുന്ന വണ്ടികളെ പറ്റി എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വാച്ച് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല കരിപ്പൂർ എയർപോർട്ടിൻ്റെ പുറകിലായിട്ട് കുമ്മണിപ്പറമ്പ് ടു തറയിട്ടാൽ റോഡിൻ്റെ ഇടയിൽ ഒരു ഈ സ്ഥലത്തിന് നേരിട്ട് ലക്ഷം വീട് എന്ന് പറയാം. ലക്ഷം വീട് അല്ലേ? തറയിട്ടാലിന് 500 മീറ്റർ പോന്നാൽ മതി. ഓക്കെ, ആ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടോട്ടി വഴി കയറിയാൽ മതി അല്ലേ? ഓക്കെ, തെക്ക് ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറന്നു വേണ്ട. നിങ്ങളുടെ കാർ വിൽക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, മേരാക്കാസ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സലീം ഖാനെ കോൺടാക്ട് മുകളിൽ സലീം ഖാനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി വീഡിയോയിൽ കാണാം. പഠിച്ചുണ്ട്. റിനോ ക്വിഡാണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെയാണ് സലീം ഖാൻ ഡീറ്റെയിൽ? ഫാൻസി നമ്പർ കാണില്ലേ? 9999. പിന്നെ 2015 800 cc, 68,000 കിലോമീറ്റർ. 15ന്റെ നോർമൽ ഓട്ടാണ്. ക്ലീൻ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ 4 പുത്തൻ ടയറുണ്ട്. RXD ഫുൾ തന്നെയാണ്. RXT ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. സോറി. ഓക്കെ, 2015 68,000 ഓടിയ ഫുൾ ഓപ്ഷൻ വാഹനം. ടയേഴ്സ് കുഴപ്പമില്ല, ഒരു 80-85% ടയേഴ്സ് ഉണ്ടെന്നാലും അത്യാവശ്യം മൈലേജ് കിട്ടും. 800 cc ആയതുകൊണ്ട് തന്നെ ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. നല്ല വണ്ടി, എടുക്കുന്ന ഒരു വർക്കുകളൊന്നുമില്ല. ഓക്കെ, കൊണ്ടുനടക്കാം. 1.5 to 2 അടുത്ത് വരെ 1.50 1.70 ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2,20,000. 2,20,000 രൂപ ആസ്കിംഗ് ആണ്. 2015 മോഡൽ ഫുൾ ഓപ്ഷൻ ക്വിഡ് 800 cc വാഹനം. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, എന്ത് ചെക്ക് ചെയ്തെടുക്കുക വണ്ടികൾ. ഫുള്ള് ചെക്ക് ചെയ്തെടുക്കാം. ഞങ്ങൾ ചെക്കപ്പ് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും കസ്റ്റമറിന് ചെക്ക് ചെയ്യാം. ഓക്കെ, വണ്ടിനെ കുറിച്ച് അറിയുന്ന ആളോ ഇനി അവർക്ക് വിശ്വാസപ്പെട്ട മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. കാരണം 90% വണ്ടികൾ നമ്മുടെ അടുത്ത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളുണ്ടാവാം. പാർട്ടി പാർക്ക് ചെയ്ത് പോണതാണ്. അപ്പൊ അതിന്റെ സമയത്ത് ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് അറിയാത്ത എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിലും പെട്ടേക്കാം. ഓക്കെ, അത് ചെക്ക് ചെയ്തിട്ടെടുക്കാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിൽ പോകാം. വീണ്ടും ഒരു ക്വിഡ് തന്നെയാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനം. എന്താ സംഭവിച്ചത്? ഫാൻസി നമ്പർ അല്ല, 8062 ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? 57,000 കിലോമീറ്റർ. 57,000 മോഡല്. 2017. ഓക്കെ, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലീൻ വണ്ടിയാണ്. ഓടിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. 1000 cc ആണ് വരിക. ഓട്ടോമാറ്റിക് 1000 cc വരിക. AMT ഗിയർ ബോക്സ് ആണ്. ഇനി എന്താ പറയണ്ടേ? ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിൽ ഒരു 85% ടയേഴ്സ് ഉണ്ട്. ബാക്കിൽ ഒരു 85% ഉണ്ടാവും. 85 എവറേജ് ടയേഴ്സ് ആണ്. ഫ്രണ്ടിൽ എത്ര? 85 അല്ലേ? 85. ബാക്കിൽ 85 ഉണ്ടാവും. ഇല്ല, ഉണ്ടാവും. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 3,10 ആണ്. 3,10,000 2017 ഓട്ടോമാറ്റിക് ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2 to 2.5 വരെ ലോണും കിട്ടും. മിഡിൽ ഓപ്ഷൻ ആയിരുന്നു അല്ല? ഫുൾ ഓപ്ഷനാ. RXT. ഓക്കെ, 2.5 വരെ ലോണും കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, മൈലേജ് വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഒരു കിലോമീറ്റർ ഒക്കെ വ്യത്യാസം ഉണ്ട്, കുറയുള്ളൂ കുറച്ച്. അല്ല, മറ്റേനെ സംബന്ധിച്ച് ഒരു 2 കിലോമീറ്റർ ഉണ്ടാക്കും. ഓട്ടോമാറ്റിക് അല്ലേ? 2-3 കിലോമീറ്റർ കുറവുണ്ടാവും. വലിയൊരു മാറ്റം വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്കോ. അടുത്ത നിസാൻ മൈക്രയാണ്. ഇത് മോഡല്. ഇത് 2010 XL. എയർ ബാഗ്, റിയർ വൈപ്പർ ഒക്കെ വരുന്ന മൈക്രയാണല്ലേ. പിന്നെ അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 93% ടയറുണ്ട്.
ഫ്രണ്ടില് പുറകിൽ എവറേജ് 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. വേറെ 1,80,000 റേറ്റ്. 1.5 വരെ ലോൺ കിട്ടും. 1.5 ലോണും കിട്ടും. പെട്രോളാണ്. 30,000 രൂപ ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു 2010 പെട്രോൾ മൈക്ര എക്സൽ ഓപ്ഷൻ വരുന്ന മൈക്ര നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫസ്റ്റ് ഷേപ്പ് മൈക്രയാണ്. ഒരു 12 to 15 മൈലേജ് അത്ര പ്രതീക്ഷ മതി അകത്തായിട്ട് കിട്ടുള്ളൂ. വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ വണ്ടിക്ക്? നിലവിൽ വർക്കുകളൊന്നുമില്ല കേട്ടോ. ഓക്കെ, അടുത്ത ഫോർഡ് ഫിഗോ KL 39 രജിസ്ട്രേഷൻ ഫിഗോ ആണ്. ഡീസലാണ്. 2010 മോഡല്. 10. ഓക്കെ. 89,000 കിലോമീറ്റർ ഓടി. ഓക്കെ. പിന്നെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇഞ്ചക്ടറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പം നിലവിൽ. 1,20,000 നമ്മൾ ചോദിക്കണം. 1,20,000 രൂപയ്ക്ക് 2010 ഫിഗോ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. ടയേഴ്സ് പുറകെ ആവറേജ് ആണ്. ഫ്രണ്ടിലൊരു ലോൺ നമുക്ക് കൺഫേം പറയാൻ കഴിയില്ല. കാരണം ചില ഏരിയയിൽ കിട്ടുന്ന ജില്ലയിൽ കിട്ടുന്നില്ല. ഓക്കെ. ഇതായതുകൊണ്ടാണ്. പിന്നെ ഡീസലിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 20ന്റെ മേലെ കിട്ടും. 18-20 റേഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാം. ആ ഒരു റേഞ്ചിന് മൈലേജ് കിട്ടും. ഇതന്നെ നമ്മളടുത്ത് വേറെ 2-3 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. 2 വണ്ടി നമുക്ക് ഈ എപ്പിസോഡിൽ കാണിക്കാം. നിലവിൽ ഇഞ്ചക്ടറോ കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. 1,20,000. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഫിഗോ വന്നു. KL 63 രജിസ്ട്രേഷനുള്ള ഫിഗോ ആണ്. എങ്ങനെ സലിംക്ക? ഇതും സെയിം വേരിയന്റ് തന്നെ ഡീസൽ. പിന്നെ AC പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, ബാക്ക് വൈപ്പർ എല്ലാം വർക്കിംഗ് അല്ലേ? വർക്കിംഗ്. പിന്നെ അതിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിയം താഴെയുള്ള ഓപ്ഷനാണ്. എയർ ബാഗ് ഉണ്ടാകത്തില്ല. നല്ല ടയേഴ്സ് ആണ്. ഫ്രണ്ടില് അടിപൊളി ടയേഴ്സ് ആണ്. പുതിയ ടയേഴ്സ് ആണ്. പുറകിൽ ഒരു 70% ടയേഴ്സ് ഉണ്ട്. ടയറൊക്കെ അടുത്ത കാലത്തൊന്നും ടയർ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ ടയറാണ്. ഓക്കെ. പിന്നെ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. മോഡൽ ഏതായിരുന്നു? 2012 മോഡൽ, 13 റേസർ. 13. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണ്. ഡീസൽ തന്നെയാണ്. മൈലേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവൽ ആണ്. ഡ്രൈവ് വരിക. 1,40,000 രൂപ. 1,40,000. 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന ഡീസൽ ഫിഗോ നിങ്ങൾക്ക് സ്വന്തമാക്കുക. ലോൺ കയറുമല്ലോ? ലോൺ ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഞാൻ വെച്ചാൽ മോഡൽ പഴക്കം കൊണ്ടാണ്. അല്ല. ഫിഗോക്ക് മൊത്തത്തിൽ ചില ഏരിയയിൽ കിട്ടുന്നുണ്ട്, ചില ഏരിയയിൽ കിട്ടുന്നില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഇവിടെ സാൻഡ്രോ വന്നു. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനമാണ്. സാൻഡ്രോയുടെ 3 പീസ് ഉണ്ട്. ഒക്കെ പിന്നെ ഓൾഡ് മോഡൽ തന്നെയാണ്. 2005, 2006, 2007 3 വണ്ടിയുണ്ട്. കാറ്റലോഗിൽ കിട്ടും. ഇത് 2006 എക്സോ ആണ്. ഏറ്റവും ഫുള്ള് ടോപ്പ് വണ്ടിയാണ് കേട്ടോ. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഇപ്പോൾ പേപ്പറിന്റെ അവസ്ഥ എന്താ? പേപ്പർ 26 ലക്ഷം വരെ ഉണ്ട്. 26 ലാസ്റ്റ് വരെ പേപ്പറുള്ള എക്സോ ഏറ്റവും ഫുൾ ഓപ്ഷൻ സാൻഡ്രോ ആണ്. ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഇതുവരെ വേറെ മേജർ ആയിട്ടുള്ള വർക്കൊന്നും ഇല്ലല്ലോ. ഇത് കുറെ കാലം പാർട്ടി പറഞ്ഞത് 5 വർഷം മുമ്പ് ചെറിയ ഇവിടെ കണ്ടില്ല, ഒരു കല്ലിന്റെ ഇത് അടിച്ചതാണ്. ഇത് നമുക്ക് ചേഞ്ച് ആക്കണേ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഇങ്ങനെ വെച്ചാണല്ലേ മാറ്റാതെ. ഓക്കെ, കല്ലടിച്ച തെളിവാണ്. അത്രേ ഉള്ളൂ. ഫുൾ എവിഡൻസ് ഉണ്ട്. അതെ, അത്രേ ഉള്ളൂ. 26 വരെ പേപ്പറുള്ള സാൻഡ്രോ എത്ര കൊടുക്കുന്നത്? പിന്നെ ഇത് 90 രൂപ. 90,000 രൂപയ്ക്ക് 2026 വരെ പേപ്പറുള്ള അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് വണ്ടിയാണ്. ടയേഴ്സ് 2006 90, 2007 90 തന്നെയാണ്. 2005 80 ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ട്, എല്ലാ റേറ്റിലും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലി പർപ്പസ്, അത് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് ലെവലാക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. നീറ്റാണ്. എങ്ങോട്ട് കൊണ്ടുപോകാം? നീറ്റ് വണ്ടിയാണ്. ഡ്രൈവിംഗ് മാത്രം പഠിച്ചാൽ പോരത്. എങ്ങോട്ട് കൊണ്ടുപോകാം? നിങ്ങളെ കല്യാണത്തിന് ഞാൻ തേറ്റ വരുന്നത്. ആയിക്കോട്ടെ. പിന്നെ മൈലേജ് ഒരു 11 മുതൽ 14 വരെയൊക്കെ പ്രതീക്ഷ മതി. ഓക്കെ. ഹൈവേയിൽ 15-16 കിട്ടും. ഓക്കെ. അടുത്തതാ ഒരു ഓട്ടോമാറ്റിക് വാഹനം വന്നു. ഓട്ടോമാറ്റിക് കോമ്പാക്ട് സെഡാനാണ്. KL 3 രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ് ഡിസയർ. എങ്ങനെയാ? 2015 VXI. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. 77,000 കിലോമീറ്റർ. വെറും 77 അല്ല? ഓക്കെ. 420. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. 4,20,000 രൂപയ്ക്ക് 2015 ഓട്ടോമാറ്റിക് VXI 77,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് പെട്രോൾ വാഹനം, ഡിസയർ പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. മൈലേജ് ഒരു 15-16 വരെയൊക്കെ മാക്സിമം കിട്ടുമായിരിക്കും അല്ലേ? പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. വേറെ വാദങ്ങളൊന്നുമില്ല. വേറെ മെയിൻ്റനൻസും കാര്യമായിട്ട് വരാത്തൊരു സെഗ്മെൻ്റ് ആണ് അല്ലേ? ഓക്കെ. ലോണ് 4 ലക്ഷം കിട്ടുമോ? 3.5 വരെ കിട്ടും. ഓക്കെ. 4 നമുക്ക് കൊടുത്തൊക്കെ ചിലപ്പോൾ 4 കിട്ടാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹോണ്ട സിറ്റി ആണ്. KL 65 മലപ്പുറം തിരുവൂരങ്ങാടി രജിസ്ട്രേഷനുള്ള സിറ്റി. തിരുവരങ്ങാടിക്ക് വന്നാണ്. റിയാദാ? ഓക്കെ. ഡീസലാ? 2014 ഡീസൽ എസ് വേരിയന്റ്. ഓക്കെ. 96,000 കിലോമീറ്റർ. ഇപ്പോൾ 4th ഓണർഷിപ്പിലുള്ളത്. ഓക്കെ. 4.10 നമ്മൾ ആസ്കിങ്. 4,10,000 ഡീസൽ വാഹനം 2016 സിറ്റി. ഓപ്ഷൻ ഏതാ വരുന്നത്? എസ്. 3.3 വരെ ലോണും കിട്ടുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്തിട്ട് മൈലേജ് ഉണ്ടാവും. നല്ല വിലയുണ്ടാവും. 20 above കിട്ടും അല്ലേ? അനാവശ്യം മൈലേജ് ഉണ്ടാവും അല്ലേ? അത്യാവശ്യമില്ല, അനാവശ്യം വേണ്ട. ഓക്കെ. 3.5 വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഓക്കെ. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡീസൽ വാഹനമാണ്. മൈലേജും
ഉള്ളതും മെയിൻ്റനൻസ് കുറഞ്ഞതുമായ ഒരു അടിപൊളി ഡീസൽ വാഹനം. വേറെ എന്തെങ്കിലും പണി ഇപ്പോൾ ഉണ്ടോ നിലവിൽ? ഇപ്പോൾ ഒരു പണിയില്ല, ഒന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. നിങ്ങൾക്ക് എന്താ പണിയുണ്ടോ? ചെറിയ പനിയുണ്ട്. ആയിക്കോട്ടെ. അടുത്തതാ അടിപൊളി ഒരു കോമ്പാക്ട് SUV വന്നു. ബ്രസ്സയാണ്, ഡ്യുവൽ ടോൺ, KL 60, തിരൂരങ്ങാടി കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, കാസർഗോഡ് ഇല്ല. പറഞ്ഞോളൂ. മലയാളിയാണ്. മലയാളിയാ? മാറിയല്ല, ആകെ മറന്നുപോയി. 2016 വീഡിയോയും സെക്കൻഡ് ഓണർ. ഓക്കെ. 1,24,000 കിലോമീറ്റർ. എന്താണ് മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 2016 മോഡൽ, കേരള വണ്ടി തന്നെയാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. വേറെ ക്ലെയിമോ പരിക്കോ ഒന്നുമില്ലല്ലോ? ചെറിയ ക്ലെയിമും പരിക്കൊക്കെ ഉള്ള വണ്ടിയാണ്. എന്താ പറ്റിയത്? അതിനുള്ള റേറ്റ് ആണ് പറഞ്ഞ പോലെ ആദ്യം 5,90,000. 5,90,000 2016 VDI. നല്ല പ്രൊഫൈൽ ആൾക്കാർ കഴിയുമ്പോൾ ഫുൾ ലോൺ കൊടുക്കാം, അല്ലെങ്കിൽ 5 to 5.5 വരെ കിട്ടുന്നതാണ്. ഇവൻ മാറിയിട്ടുണ്ടല്ലോ, ഇവനാ എന്നല്ലേ ചെറുതായിട്ട് പറഞ്ഞത്. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാം. ഇനി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണ, വേറെ ഒന്ന് അപ്പുറത്ത് കിടക്കണേ. 5,90,000 ഈ ഒരു 2016 VDI ബ്രസ്സ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1,20,000 എത്ര? 1,24 ഓടിയ വാഹനമാണ്. ലോൺ എത്ര കയറും? ഈ പറഞ്ഞ നേരത്തെ കേട്ടോ, ഞാൻ എന്നിട്ട് അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു. നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം, അല്ലെങ്കിലും 5-5.5 കയറുന്ന വണ്ടിയാണ്. മാക്സിമം കിട്ടും അല്ലേ? ഓക്കെ, ഒരു വ്യത്യാസം കൊണ്ടാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും അടുത്ത ബ്രസ്സ വന്നു. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ബ്രസ്സയാണ്. ഒരു വെറൈറ്റി കളറാ. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്. ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞു. മേജർ സർവീസ് 95-ലാണ്. കമ്പനിയിൽ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മോഡൽ 2018. ഏതാ ഓപ്ഷൻ? VDI. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. VDI ഓപ്ഷനിലാണ്. ഓക്കെ, അതിന്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷനാണ്. ഏതാ കിലോമീറ്റർ എത്ര പോയി? പോലീസുകാരെ 1,17,000. മേയർ സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു, അതാണ് ഞാൻ ചോദിച്ചത്. 1,17,000 ഓടിയിട്ടുണ്ട്. 2018 VDI ഓപ്ഷണൽ ബ്രസയാണ്. വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ലല്ലോ? ക്ലീൻ വാഹനം അല്ല? ക്ലീൻ വാഹനം. ഈ ബോണ്ട് റീപ്ലേസ് ചെയ്തണം. ഇത് മാറിയിട്ടുണ്ട്. അത് 6,000 കിലോമീറ്റർ മാറിയതാണ് കമ്പനി ഹിസ്റ്ററി കിട്ടും. ഓക്കെ, മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ബോണ്ട് നമുക്ക് ചെറിയൊരു സംഭവം കേട്ടോ. ഓക്കെ, ഉള്ളിലേക്കൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. സ്കിന്നിനുള്ള പരിക്കുള്ളൂ. സ്കിന്നുള്ള പരിക്കാ? ഓക്കെ. ആർട്ടിനുള്ള പ്രശ്നമില്ല. സ്കിന്നുള്ള പരിക്കിനെ കൊണ്ട് അപ്പാട് സ്കിന്ന് മാറ്റാണ്ട് മൊത്തം എടുത്ത് മാറ്റിയില്ല പാർട്ട്? സർജറി അതല്ലേ? ആയിക്കോട്ടെ. പിന്നെ എത്ര കൊടുക്കാത്? ഇത് 7 ലക്ഷം രൂപ ലോണും കിട്ടും. 50,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഇറക്കാം. 7.5 ലക്ഷത്തിന് 2018 VDI ഓപ്ഷണൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. വണ്ടിയൊക്കെ ഓടിച്ചാണ്ടല്ലോ പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ. അങ്ങനെ എല്ലാ വണ്ടി അങ്ങനെ പറയാമല്ലോ. ഇവിടെയുള്ള വണ്ടി മാത്രമല്ല അങ്ങനെ പറയുള്ളൂ ഞാൻ. ആയിക്കോട്ടെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ചെറിയൊരു വാഹനമാണ്. ഡാറ്റ്സൺ റെഡിഗോ 49 KL 40. ചെറിയൊരു വാഹനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാ ഇതിന്മേൽ ഉള്ളു നോക്കിയാൽ തോരണൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഫ്രീ ആട്ടോ. എല്ലാം ഫ്രീയാ? 5 പൈസ എടുക്കൂല? അത് മാത്രല്ല, ഈ വണ്ടി എടുക്കുന്നത് ചിലപ്പോൾ ക്യാഷ് ബാക്ക് ഉണ്ട്. എങ്ങനെ ഡീറ്റെയിൽസ് കേട്ടോളി. 2018 19 ജൂലൈ റൈസർ. അപ്പൊ 34 പേപ്പർ ഉണ്ടാവും. ഫുൾ കവർ ഇൻഷുറൻസ് 2 ലക്ഷം രൂപ ഐഡിയ വില. സിംഗിൾ RC ഓണർ. ഫുൾ ഓപ്ഷൻ? അത് പിന്നെ എല്ലാം ഫുൾ ഓപ്ഷൻ ആക്കാരോ. മാനുവൽ ഓട്ടോമാറ്റിക് അല്ലല്ലോ? മാനുവൽ. ഓക്കെ, മറന്നുപോയി. ടയർ വയ്ക്കാൻ 4 പുത്ത ടയർ. മോശം പറയാക്കല്ല. മോശം പറയാതിരിക്കാനില്ല. ഇവിടെ ഇല്ല, പറയാനില്ലാന്നല്ലേ? അങ്ങനെ പറയല്ലേ. ഇത്രയും നീറ്റാണെന്നാണ്. ഓക്കെ, 2,20. എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. 2,20,000 രൂപയ്ക്ക് 2017 മോഡൽ, 18 ജൂലൈ ആഗസ്റ്റ്. കിള്ളി പോയി. 2018 മാനുഫാക്ചർ, 2019 ജൂലൈ റൈസർ. ഓക്കെ, 18-19 മാറിപ്പോയതാണ്. 17 മാറിപ്പോയതാണ്. അപ്പോ ലോൺ കിട്ടും, ക്യാഷ് ബാക്ക് കൊടുക്കാം. പാർട്ടിയുടെ പ്രൊഫൈൽ ക്ലിയർ ആണെങ്കിൽ റെഡിഗോ ആണ്. 2000. അതായത് ഇപ്പൊ 2 ലക്ഷം രൂപയാണ് ഇപ്പൊ ഇതിന് ലോൺ കിട്ടുള്ളൂ. കാരണം ഇതിലുള്ള ഇൻഷുറൻസ് 2 ലാക്ക് ഐഡിയുള്ള ഇൻഷുറൻസ് ആണ്. അവർക്ക് ക്യാഷിന് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കട്ടാക്കിയിട്ട് പുതിയ എടുത്താൽ കിട്ടും. സലീം വെയിലത്തോട്ട് വന്ന് നിൽക്കുന്നില്ല, അപ്പൊ ഞാൻ തന്നെ നിൽക്കണം എന്തായാലും. പത്മിനിയാണ്. KL 12 രജിസ്ട്രേഷൻ. മാണിക്കക്കല്ല്. അതെ, മാണിക്കക്കല്ല്. പറഞ്ഞോളൂ, എങ്ങനെയാ ഒക്കെ പറയാം. റേറ്റ് കേൾക്കുമ്പോഴേക്കും ഡീറ്റെയിൽ ആൾക്കാരോട്. മാണിക്കക്കല്ലല്ലേ? അപ്പൊ അതിന്റെ റേഷൻ ഉണ്ടാവുന്ന കേൾക്കാം. ഇത് 94-95 മോഡല്, 95 റൈസർ. പേപ്പർ 25 വരെ പേപ്പർ. ഓക്കെ. പിന്നെ പേര് കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ഡീസലാണ്, ഹാൻഡ് ഗിയർ ആണ്. ഫുൾ വർക്ക് എടുത്താണ്. ഗിയർ ഇടുമ്പോ ലിവർ കൈമ പോരോ? എവിടുന്ന് ചവിട്ടണോ അടിക്കണോ? കേട്ടോ. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എടുക്കുന്നവർക്ക് ഇപ്പോൾ വർക്കുകളില്ല, കംപ്ലീറ്റ് വർക്ക് ഞാൻ ചെയ്താണ്. അതുപോലെ കംപ്ലീറ്റ് ഇല്ല. ഇപ്പം വന്നതിൻ്റെ ശേഷം വർക്കുകൾ ഞാൻ എടുത്താണ്. മെക്കാനിക്കലൊക്കെ നിങ്ങളെ പോലെ ഫിറ്റ് ആണ്.
പിന്നെ പുതിയ പുത്തൻ ബാറ്ററി, എഞ്ചിനൊക്കെ പക്ക. ഓക്കെ. ഇത്ര കാലമായിട്ട് 4 ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അത് ശരി, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇല്ലാത്ത എന്തൊക്കെയാ വെച്ചാൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് സെൻസർ, ABS ഇതൊന്നും ഇല്ല. എയർ ബാഗും ഇല്ല കേട്ടോ. വില 1.90 ചോദിക്കുന്നത്. നിർബന്ധമാണ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ 2 ലക്ഷം കൊണ്ടുപോകാം. നേരത്തെ തന്നെ ചവിട്ടണമെന്ന് വെച്ചില്ലേ, ചിലപ്പോൾ ആൾക്കാർ വന്നു കിട്ടും. ഓക്കെ, 1,90,000 രൂപയ്ക്ക്. ഇതൊന്നും ഒരു ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല പത്മിനിക്കൊന്നും. ഓക്കെ, ഓരോരുത്തരുടെ താല്പര്യമാണ്. 1.90 ഈ ഒരു വാഹനം 25 വരെ പേപ്പറുള്ള വാഹനമാണ് ചോദിക്കുന്നു. നോക്കിയിട്ട് എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് വിറ്റിട്ട് നിങ്ങളെ കല്യാണത്തിന് ഞാനാവാ. ആയിക്കോട്ടെ. ഓക്കെ. അടുത്ത അടിപൊളി ഒരു സെഡാൻ വാഹനമാണ്. ഫിയറ്റിൻ്റെ ലിനിയാണ്. KL 39 രജിസ്ട്രേഷൻ. എങ്ങനെയാ? നീറ്റ് വണ്ടിയാണ്. 9-10 റേസർ. ഇമോഷൻ പാക്ക്, ഏറ്റവും ഫുള്ളോട് എയർ ബാഗ്, ABS, അലോയ്സ് എല്ലാം വരുന്ന വേണ്ടിയിട്ടാ. ഇമോഷൻ പാക്കാണ്. വർക്കുകളൊന്നും പെൻഡിങ് ഇല്ല. 2025 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ. ക്ലെയിം മേജറായിട്ടുള്ള പരിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നീറ്റ് അടിപൊളി സെഡാൻ ഫിയറ്റാണ് എഞ്ചിൻ വരുന്നത്. പറോട് എത്ര കൊടുക്കാം? 1.5 ലക്ഷത്തിന് 2009 മോഡൽ 10 രജിസ്ട്രേഷൻ ഫിയറ്റ് ലീനിയ ഡീസൽ വാഹനം. മൈലേജ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 17 കിട്ടും. 17-18 കിട്ടും. ഈ എഞ്ചിനാണല്ലോ ഷിഫ്റ്റിലൊക്കെ വരുന്നത്. നല്ല പവർഫുൾ എഞ്ചിനാണ്. ബോഡി വെയിറ്റ് കൂടുതലുണ്ടാവും ഷിഫ്റ്റിനെക്കാട്ടിലൊക്കെ. ബോഡി വെയിറ്റ് കൂടും, അത്രയും ഡ്രൈവിംഗ് സുഖം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ഫോർച്യൂണർ വന്നിരിക്കുകയാണ്. KL 4 രജിസ്ട്രേഷൻ. ഇത് റിയാണോ അതോ ഒറിജിനലാണോ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. 2009. 2,23,000 ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസുള്ള വണ്ടിയാണ്. ലാസ്റ്റ് സർവീസൊക്കെ ചെയ്ത് പെരിന്തൽമണ്ണ ടൊയോട്ട എന്നാണ് കേട്ടോ. എടുക്കുന്നവർക്ക് ഒരു വർക്കും പെൻഡിങ് ഇല്ല. 2009 മോഡൽ ഫോർച്യൂണർ മാനുവൽ 4x4. 4x4 ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഒരു പ്രശ്നമില്ല. ഓക്കെ. സർവീസ് ഉണ്ട്. പ്രോപ്പർ സർവീസ്. ഒരു 10-12 മൈലേജ് കിട്ടും. എത്രയപ്പോൾ? നമ്മൾ 8.70 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 8,70,000 രൂപ. കേരള വണ്ടിയാണ്, റീ വണ്ടിയല്ല. 2009 മോഡൽ. 9 ആണെങ്കിൽ തന്നെ നമുക്ക് 6-6.5 ലോണും ചെയ്ത് കൊടുക്കാം. കിട്ടൂല? ഓക്കെ. 6 വരെ ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫോർച്യൂണറാണ്. പിന്നെ ടൊയോട്ടയുടെ നമ്മൾ റീൽസൊക്കെ കാണാറുണ്ട്, എഞ്ചിൻ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ പറയണോ നിങ്ങൾ? വേണ്ട, പ്രോപ്പർ സർവീസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. എനിക്ക് പറയാൻ അറിയില്ല. എന്നാ പോട്ടെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ ഒരു വാൻ ടൈപ്പ് വാഹനം വന്നിരിക്കുകയാണ്. നിസാൻ ഇവാലിയ KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞു. തിരൂരിലേക്ക് വന്നവനാണല്ലേ? പക്ഷെ കണ്ടാ പറയില്ല. ഇതിന്റെ എഞ്ചിൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാം. ഇത്രയ്ക്ക് നീറ്റാ. 2012 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,28,000 കിലോമീറ്റർ. 10 സീറ്റർ ആയിരിക്കും. 10 സീറ്ററാ? ഓക്കെ. 442 അങ്ങനെയാണോ? 10 വരുമോ? പുറകിൽ 4 ഒക്കെ കൊള്ളുമോ? ചെറിയ ആൾക്കാർ കയറിയാൽ മതി. 3 വരെ എട്ടാക്കല്ലേ? 8 സീറ്ററാണ്. 3, 6, 2, 8. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് വരുന്ന വാഹനമാണ്. നല്ല മൈലേജ് ആണ്. അതെ. കണ്ണിയിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ് വരിക. 10-12 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. ഈ 8 സീറ്ററിലെ 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്. വേറെ മേജർ ആയിട്ടുള്ള റീവണ്ടിയുടെ എന്തെങ്കിലും ക്ലെയിമോ? റീവണ്ടിയായിട്ട് ഒരു പ്രശ്നമില്ല. ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഒരു അടിപൊളി വണ്ടിയാണ്. ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞു ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട, ടാക്സോ കാര്യങ്ങളൊന്നും നടക്കണ്ട. ഇതിപ്പോൾ എത്രയായിരുന്നു? ഇത് 3 ലക്ഷം രൂപ. 3 ലക്ഷത്തിന് 2012 ഇവാലിയ. ഏകദേശം ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. 3 ലക്ഷം അല്ല, ഏകദേശം ഫിക്സ് ആണ്. ലോണ് 2 ലക്ഷം കിട്ടും. വളരെ കണ്ട് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വാൻ ടൈപ്പ് വാഹനം. അടുത്ത വണ്ടി വരും. ടവേറ വന്നു. KL 2 രജിസ്ട്രേഷൻ ആണ്. കൊല്ലം വണ്ടി. കൊല്ലം കണ്ട ഇല്ലം വേണ്ട. 2006. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഫുൾ വർക്ക് എടുത്താണ്. കംപ്ലീറ്റ് വർക്ക് എടുത്താ. ഇനി എടുക്കുന്നവർക്ക് പണികളായിട്ടൊന്നുമില്ല. ഇതിന്റെ പ്ലാറ്റ്ഫോം ലെവൽ മറ്റേ അതന്നെ ഞാൻ പറഞ്ഞത്. ഉള്ളതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പ്ലാറ്റ്ഫോമിൽ തുരുമ്പ് രോഗമാണ് ചോദിച്ചത്. അതെ. എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. പേപ്പർ എന്താ? 26 വരെ ഉണ്ടാവും. ഓക്കെ. ഓക്കെ. സീറ്റ് കണ്ടില്ല ഞങ്ങള്? എഞ്ചിൻ പൈസ എങ്ങനെ? വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ്. ഓക്കെ. ടവേർക്ക് ഇപ്പോൾ സർവീസും പാർട്സും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. ടവേര നമ്മളത്തെ 3-4 പീസ് ഉണ്ട്. ഉണ്ടല്ലോ. നമുക്ക് ഒരെണ്ണം കാണിക്കാം. ബാക്കി കാറ്റലോഗ് കിട്ടും. ഓക്കെ. അപ്പോൾ 26 വരെ പേപ്പറുള്ള ടവേരയാണിത്. ഫുൾ ഓപ്ഷൻ ആണ് അന്നത്തെ? അല്ല, ഇത് AC പവർ സ്റ്റാറിംഗ്. സെൻട്രൽ AC വരുന്നില്ല? ഇല്ല. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. എത്ര? 1.80. 1,80,000 രൂപയ്ക്ക് 26 വരെ പേപ്പറുള്ള ടവേര. 2008, 2005 വരുന്നുണ്ട്. ഉണ്ടല്ലോ. ഇതിൻ്റെ ഇപ്പോൾ പണിയൊക്കെ എടുത്ത് തീർത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. പ്ലാറ്റ്ഫോം ലെവൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അവസാനത്തെ വാഹനം ടൊയോട്ട ക്വാളിസ്
ക്വാളിസ് അതേപോലെ സ്കോർപിയോ തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സലീം കെ കോൺടാക്ട് ചെയ്യാം ധൈര്യമായിട്ട്. അതാണ് ഇതാണ് ഇത് 10 സീറ്റ് കേട്ടോ. 10 സീറ്റാ? ആയിക്കോട്ടെ. 10 സീറ്റ് എന്താണ് പ്ലേ പഠിച്ചത്? എന്താണ് സ്കൂൾ പോകാത്തോണ്ടേ എണ്ണ അറിയില്ല. ഇത് ഒറിജിനൽ കേരള വണ്ടി 2003. ഈ വണ്ടി കയറിയിട്ട് നമ്മളെ ചെക്കന് ജലദോഷം പിടിച്ചേ ഷുഗറിനെ. അപ്പാര തണുപ്പ് എ സി. ഓ അങ്ങനെ. എന്നാ പിന്നെ മണാലി ട്രിപ്പ് പോകുന്ന രീതിയിൽ വന്നാൽ മതി. ഇതിന് പോകാൻ പറ്റില്ല, എ സി ഉപയോഗിക്കേണ്ടത്. ഭയങ്കര പണിയല്ലേ? ഓക്കെ. അല്ലെങ്കിൽ മറ്റേ അമൃതാഞ്ജൻ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. വർക്കിംഗ് അല്ലേ? ഫുൾ കൂളിംഗ് ആണ്. ഡാഷിലുണ്ട് എടുക്കുന്നവർക്ക് അമൃതാഞ്ജന്റെ ഇത് വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. 2003 പേപ്പർ ഇപ്പോ 28 വരെ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ഓക്കെ. എന്താ വേറൊന്നുമില്ല. സെൻട്രലൈസ്ഡ് എ സി വരുന്ന വില പറയണോ? സെൻട്രലൈസ്ഡ് അല്ല, മോഹവിലയാണ്. അങ്ങനെ ആക്കണ്ടല്ലോ. പറഞ്ഞോ. 2 ലക്ഷം റുപ്യ. 2 ലക്ഷത്തിന്. ഓക്കെ. 2028 പോളീസ് വേറെ ഉണ്ട്, 2002 ഉണ്ട്. 28 വരെ പേപ്പറുള്ള കോളേജ് ആണ്. 2 ലക്ഷം രൂപയാണ് ആസ്കിങ്. ഫൈനലല്ലോ ഈ വില? ഫൈനലാക്കാന്നല്ലേ? വേണ്ട വേണ്ട, ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണിക്കാം. 10ന്റെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നുകൂടെ എടുക്കാം. ആയിക്കോട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. സലീംക്ക് എന്താണെന്നറിയില്ല, ഇന്ന് ഇലക്ഷൻ്റെ എണ്ണുന്ന ദിവസമാണ്. അപ്പോൾ വീട്ടിലുള്ള മൊത്തം എന്താണെന്നറിയില്ല, ഫുൾ ടെൻഷനിലാണ്. ഇന്ന് വീഡിയോയിൽ മൊത്തം തന്നത് അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്താ നിങ്ങൾക്കൊന്നും പറയണ്ടോ? കമൻറ്റ് ഒന്നുമില്ല, പറഞ്ഞാൽ മതി, വിളിച്ചു പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാർ വെക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറയാനുള്ളൂ, ഒക്കെ ചെക്ക് ചെയ്തെടുത്തോളി, വെറുതെ ശത്രുക്കളാവണ്ട. ഓക്കെ, നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്ത് വെക്കുന്നതാണ്. ഒരുപാട് മോഡൽ കുറഞ്ഞ വണ്ടികളൊക്കെ ആവുമ്പോഴേ ചെറിയ കംപ്ലൈന്റുകൾ വരും. നമ്മൾ പുതിയ വണ്ടി എടുത്ത് ഷോറൂമിൽ എടുത്താലും 1 ലക്ഷം 120 90 കൊടുക്കാതെ പുറത്തേക്ക് വണ്ടി ഇറക്കാൻ കഴിയില്ലല്ലോ. ഒരു മഡ് ഫ്ലാപ്പ് വരെ വണ്ടിക്ക് ഉണ്ടാവും ഇല്ലല്ലോ. അത് പഴയ വണ്ടികളാണ്, ആ ഒരു മൈൻഡിൽ എടുക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സലീമൊക്കെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. പാർക്കിംഗ് സെയിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും അവരിത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബസ് ഡ്രൈവർ ചെയ്യാൻ പറഞ്ഞില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ എപ്പോഴും ഓർമ്മ. ഓക്കെ,